ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കുരുക്കായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴി. മുഖ്യപ്രതി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ പരിചയപ്പെടുത്തിയത് തന്ത്രിയെന്നാണ് എ പത്മകുമാറിന്റെ മൊഴി. തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധം എന്നാണ് എ പത്മകുമാറിന്റെ മൊഴി. ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം എ പത്മകുമാറിനെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്നും അരുൺരാജ് കൊല്ലത്തു നിന്നും വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. റിനു, ഈ പത്മകുമാർ നൽകിയിരിക്കുന്ന പുതിയ മൊഴികൾ അത് തന്ത്രിക്ക് കുരുക്കാവുന്ന തരത്തിലാണോ റിനു? തീർച്ചയായും ഉന്മേഷ്, എന്തായാലും ഇപ്പോൾ പത്മകുമാറിനെ ചോദ്യം ചെയ്തു കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ഇന്നിപ്പോൾ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് എ പത്മകുമാറിനെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഈ വിശദമായ ചോദ്യം ചെയ്യലിലാണ് തന്ത്രി രാജീവർ കണ്ഠരയ്ക്കെതിരായിട്ടുള്ള ചില വിവരങ്ങൾ പത്മകുമാർ നൽകി എന്നുള്ളത് നമുക്ക് ലഭ്യമാകുന്നത്. പൂർണ്ണമായ ചോദ്യം ചെയ്യൽ അവസാനിച്ചു എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ തന്ത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സജീവ സാന്നിധ്യമാക്കി മാറ്റിയത് എന്നുള്ളതാണ് എ പത്മകുമാർ ഇപ്പോൾ SITക്ക് നൽകിയിരിക്കുന്ന മൊഴി. തന്ത്രിയാണ് എ പത്മകുമാറിനും ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് എന്നുള്ള നിർണായകമായിട്ടുള്ള മൊഴിയും നൽകിയിട്ടുണ്ട്. ഈ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഉദ്യോഗസ്ഥരടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും സന്നിധാനത്തും ശബരിമലയിലെ വിവിധ പ്രദേശങ്ങളിലും ചെയ്തു കൊടുത്തത് എന്നടക്കമുള്ള വിവരമാണ് ഇപ്പോൾ എ പത്മകുമാർ SITക്ക് മുൻപിൽ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നെ എ പത്മകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, താൻ ദൈവത്തെ പോലെ കരുതുന്ന ചിലർ തന്നെ ചതിച്ചു, അല്ലെങ്കിൽ അവരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് വിശ്വസിക്കാനാകുന്നില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ എ പത്മകുമാറിൽ നിന്ന് വന്നു. ഇനി തന്ത്രിയാണോ ഈ ദൈവതുല്യൻ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും SITക്ക് പൂർണ്ണമായിട്ടുള്ള വിവരം കൈമാറിയിട്ടുണ്ട് എ പത്മകുമാർ എന്നുള്ളതാണ്. നിലവിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം എ പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഉന്മേഷ, ഈ എ പത്മകുമാർ നിലവിൽ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഇനി എന്താണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം റിനു? ഉന്മേഷ, നിലവിൽ ഈ തന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ബന്ധം, ആ വിവരം മാത്രമാണ് ഇപ്പോൾ SITയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. കൂടുതൽ എന്തൊക്കെ വിവരങ്ങൾ SITക്ക് എ പത്മകുമാർ ചോദ്യം ചെയ്യലിൽ നൽകി എന്നുള്ളതാണ് ഇനി പുറത്തു വരേണ്ട വിവരം. നിലവിൽ കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെടുമോ, അല്ലെങ്കിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് എ പത്മകുമാർ. നിലവിൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരായി. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് SIT കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത്തരമൊരു തീരുമാനത്തിലേക്ക്, ചോദ്യം ചെയ്യലിലേക്ക്, അന്വേഷണത്തിലേക്ക് SIT പോകുമോ എന്നുള്ളതാണ്. നിലവിൽ പക്ഷേ അത്തരമൊരു ആരോപണങ്ങൾ ഒന്നും തന്നെ ഇല്ല. തനിക്കെതിരായി യാതൊന്നും തന്നെ തെളിയിക്കുവാൻ വേണ്ടിയില്ല, താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ പോലും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നിലവിൽ കൂടുതൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ എ പത്മകുമാർ SITക്ക് മുൻപിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ചുള്ള നീക്കമായിരിക്കും ഇനി SITയുടെ മുൻപിൽ നിന്ന് ഉണ്ടാകുന്നത്. ഉന്മേഷ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.